ആരാധനകളിൽ ഭയങ്കര നിർവൃതിയുണ്ട്. ഖുർറത്തു ഐനി ഫി സ്വലാ, നബി പറഞ്ഞല്ലോ, നിസ്കാരത്തിലാണ് എൻ്റെ ആസ്വാദനം. സുഹൃത്തുക്കൾ, അതും നമ്മളൊന്ന് ശീലിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ക്ഷീണമൊക്കെ വന്നാൽ നമ്മൾ എന്താ കാണിക്കുക? കുറേ ഡ്രൈവ് ചെയ്ത് നിൽക്കുമ്പോൾ ഒന്ന് നിർത്തി ഒരു ചായ കുടിക്കാം, ഒരു വെള്ളം. അത് യാത്രയിൽ ഒരു വലിയ സന്തോഷമല്ലത്. യാത്ര ചെയ്യുന്നവന് ഏറ്റവും വലിയ സന്തോഷമാണെന്ത്? ഒരു നല്ല സ്ഥലത്ത് നിർത്തി ഒരു നല്ല ഭക്ഷണം കഴിക്കുക, ഒരു ജ്യൂസ് കഴിക്കുക, ഒരു വെള്ളം കുടിക്കാം എന്ന്. അതിനേക്കാളും ആസ്വാദകരാണ് എന്തറിയങ്ങൾ, നമ്മളെ വാഹനം ഒരു പള്ളിയോട് ഓരത്ത് നിർത്തി ആ തണുത്ത വെള്ളത്തിലൊന്ന് ശരിക്ക് മനസ്സാന്നിധ്യത്തോടൊന്ന് ഒന്നുവെടുത്ത് സുഹൃത്തുക്കളെ ആ പള്ളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ആ ആദ്യാവസാനം വരെ ഹൃദയ സാന്നിധ്യത്തോടു കൂടെയുള്ള നിസ്കാരം ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത ഒരു സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നബി യാത്രക്കിടയിൽ അരിഹിന ബിഹയാ ബിലാൽ, ബിലാലെ ഒരു വിശ്രമം നൽകാം, നമുക്കൊന്ന് വിശ്രമിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇഖാമത്ത് കൊടുക്കാൻ പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒന്ന് നിസ്കാരം ഒന്ന് ആസ്വദിച്ച് നിസ്കരിക്കാൻ. ഇന്നഹാല കബീറത്തുൻ ഇല്ലാ അൽ ഖാശിയീൻ. ഇപ്പോഴും നിസ്കരിക്കൽ ഒരു പ്രയാസമാണെന്ന് നമ്മൾ ആലോചിക്കുക. നിസ്കരിക്കാൻ ആഗ്രഹിച്ചിട്ട്, ഇശാ ഒന്ന് ആകാൻ ആഗ്രഹിച്ച്, മഗ്രിബ് ഒന്ന് ആകാൻ ആഗ്രഹിച്ചിട്ട് ആസ്വാദനത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം. എല്ലാ ആരാധനകൾക്കും അതുണ്ട്. ആരാധനകൾക്കൊരു നിർവൃതി ഉണ്ട്. ഒരു അവസാനത്തെ 10 റമദാനിക്ക് ഒന്ന് പള്ളിയിലൊന്ന് ഒഴിഞ്ഞിരുന്നാൽ ആ 10 ദിവസം ജീവിതത്തിൽ മറക്കാത്ത 10 ദിവസമാണ്. നല്ലൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി ഖുറാനൊക്കെ ഒന്ന് ഓതി തീർത്ത് അർത്ഥമൊക്കെ ഒന്ന് പഠിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സംതൃപ്തി ഭയങ്കരമാണ് സുഹൃത്തുക്കളെ. ആരാധനകൾ നമ്മളത് കണ്ടെത്തണം. മറ്റൊന്ന് പ്രാർത്ഥനകളാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, നിങ്ങൾ യദ്ഊനന റഗബൻ വറഹബൻ എന്നാണ്. നമുക്ക് ബേജാറുള്ള കാര്യം അല്ലാഹുവിനോട് പറയാം, പടച്ചോനായി നിന്നെ രക്ഷപ്പെടുത്തരുത്, എനിക്ക് വിഷമമുണ്ടാക്കരുത്. റഗബൻ, ആഗ്രഹമുള്ളത് ചോദിക്കും ചെയ്യുക. പ്രാർത്ഥനയിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ആഗ്രഹമുള്ളത് ചോദിക്കുന്നു, ഭയമുള്ളത് രക്ഷ തേടുന്നു. ഇതാണ് പ്രാർത്ഥനന്റെ ഉള്ളടക്കം. അപ്പൊ അതിലൊരു ആസ്വാദനം ഉണ്ടാവൂല. നമുക്ക് ഭയമുള്ള കാര്യം അള്ളാഹിനോട് പറഞ്ഞാൽ നമ്മൾ നിർഭയരായി, ആഗ്രഹമുള്ളത് അള്ളാഹിനോട് ചോദിച്ചാൽ പ്രതീക്ഷയായി. ഓരോ പ്രാർത്ഥനകളും നമുക്ക് വലിയ സന്തോഷം നൽകും. കുറേ പ്രാർത്ഥനകൾ നമ്മുടെ രോഗങ്ങൾ മാറാനും വിഷമങ്ങൾ നീങ്ങാനൊക്കെ ഉള്ള പ്രാർത്ഥന ഉണ്ട്. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ദീനിയായിട്ടൊന്നും അത്ര പഠിച്ചൊരാളൊന്നുമല്ല, പക്ഷെ അദ്ദേഹം വലിയൊരു സാമൂഹിക സേവകനും രാഷ്ട്രീയ നേതാവും ഒക്കെ. യുവത്വത്തിൽ അദ്ദേഹം മരിച്ചു. യുവാവായിരിക്കും അദ്ദേഹം മരിച്ചു. പേര് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി മരണത്തിന്റെ തൊട്ട് മുമ്പ് സന്ദർഭങ്ങളിൽ ധാരാളം ആളുകൾ വന്നു സന്ദർശിക്കാൻ. ധാരാളം മന്ത്രിമാരും നേതാക്കളും പണ്ഡിതന്മാരും എല്ലാവരും വന്നു. എല്ലാവരും വന്ന് രോഗവിവരങ്ങളൊക്കെ അന്വേഷിച്ച് തിരിച്ചു പോയി. ഏതോ ഒരു സാധാരണക്കാരൻ, നമ്മുടെ ഏതോ ഒരു പ്രവർത്തകനായ ഒരു സാധാരണക്കാരൻ അവിടെ ചെന്നു. എത്രയോ ദൂരം നിന്ന് യാത്ര ചെയ്ത് അദ്ദേഹത്തെ തിരുവനന്തപുരത്തുള്ള ഹോസ്പിറ്റലിൽ സന്ദർശിച്ചപ്പോൾ അവിടെ ആരുമില്ല. വലിയ നേതാവാകൊണ്ട് തിരക്കാണ് എപ്പോഴും, പക്ഷെ ആ സമയത്ത് ആരുമില്ല. അപ്പോൾ ഈ കുട്ടി, അവൻ വലിയ ആലിമോ ഒന്നുമല്ല, അവൻ അവന്റെ അടുത്ത് ഇരുന്നിട്ട് എന്ത് ചെയ്തു? അല്ലാഹുമ്മ റബ്ബന്നാസ് അത് ബിൽബാസ് ഇഷ്ഫി അന്ത ഷാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക് ശിഫാഅൻ ലാ യുഗാദിറു സഖം വലാ അലമ അസ്അലുല്ലാഹിൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയക എന്ന് 7 പ്രാവശ്യവും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അവൻ മരിക്കുന്നത് വരെയും ആ കുട്ടിയുടെ സന്ദർശനത്തെയാണ് ഓർമ്മിപ്പിച്ചത്. എത്രയോ ആളുകൾ നമ്മുടെ അടുത്ത് വന്നു, എത്രയോ പണ്ഡിതന്മാർ വന്നു, പക്ഷെ ഒരാൾക്ക് പോലും എൻ്റെ ദേഹത്തൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കണമെന്നൊരു മര്യാദ അറിയുന്നവരായിരുന്നില്ലല്ലോ പല ആളുകളും. ആ പ്രാർത്ഥന കിട്ടിയതിന് ശേഷം ഒരു മാനസികമായ ഒരു ശക്തിയും ഒരു ബലവും ഒരു ഉന്മേഷവും ഒക്കെ മരണം വരെ ആ സുഹൃത്ത് പ്രകടിപ്പിച്ചു എന്നാണ് ഞാൻ പറഞ്ഞ. പ്രാർത്ഥനകൾ നിസ്സാരമല്ല സുഹൃത്തുക്കളെ. ചില ജീവിതത്തിന്റെ ഏകാന്തതകളിൽ ഇനി എന്തു ചെയ്യണമെന്ന് അറിയാത്തിടത്ത് നമുക്ക് ഭയങ്കരമായ സന്തോഷം. എന്താണ് പ്രാർത്ഥനയിൽ ആസ്വാദനമെന്ന് ഞാൻ പറയാൻ കാരണം വെച്ചാൽ, സാധാരണ ഇപ്പോൾ ഈ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന ആളുകൾ ഇരുന്ന് പറയും. അവർ പറയാൻ പോകുമ്പോൾ തന്നെ നമുക്കറിയാം അവരെന്താ പറയാൻ പോകുന്നത്. പക്ഷെ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ എന്താ കാര്യങ്ങൾ അവർ പറയുന്നത് നമ്മൾ ഇരുന്ന് കേൾക്കും. അത് നിങ്ങളിപ്പോൾ ഈ പ്രസംഗം കേൾക്കുന്ന പോലെ ഇരുന്ന് കേൾക്കാൻ പറ്റില്ല. അത് പറഞ്ഞാൽ അവരെ കണ്ണിലേക്ക് തന്നെ നോക്കി അത്രയും ശ്രദ്ധിക്കുക. ഒരു വാക്ക് പോലും നമ്മൾ കേൾക്കാതെ പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരത് റിപ്പീറ്റ് ചെയ്യും. അവർക്ക് നമ്മൾ കേട്ടിരിക്കണം എന്ന് നിർബന്ധമാണ്. ആ 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും അവരെ പ്രശ്നം തീർന്നിരിക്കും. കാരണം എന്താ അറിയൂ, ഒരു പരിഹാരം പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളോട് എൻ്റെ വിഷയമൊക്കെ ഒന്ന് പറയാൻ പറ്റിയല്ലോ എന്നാണ് അവരെ മനസ്സമാധാനം. അത്രേ ആവശ്യമുള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ, പടച്ചോനോട് നമ്മളെ കാര്യമൊക്കെ രാത്രി നീച്ചൊരു 10 മിനിറ്റ് കരഞ്ഞാൽ പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും വിഷയമുണ്ടോ? ഞാൻ പറഞ്ഞ പടച്ചോനോട് പറഞ്ഞ പടച്ചോൻ കേൾക്കും. പടച്ചോൻ എങ്ങനെ കേൾക്കാൻ? നമ്മളൊന്നും കേൾക്കണ പോലെയില്ല. അള്ളാഹു അതിന്റെ മനസ്സ് പോലും ഉൾക്കൊണ്ട് കേൾക്കും. സമീഉ ദുആ ആണല്ലോ, സമീഉ ദുആ, എല്ലാ പ്രാർത്ഥനകളും കേൾക്കുന്നവരാണ്. അപ്പൊ പ്രാർത്ഥനയിൽ എന്താ ആസ്വാദനമുണ്ട്?
പ്രാർത്ഥിക്കുന്നതിൽ എന്താ ആസ്വാദനമുണ്ട് സുഹൃത്തുക്കളെ. പിന്നെ മസ്ജിദുൻ നബവിയിൽ പിന്നെ മസ്ജിദുൻ നബിയിലെ പള്ളിയിൽ ഇരുന്നിട്ട് കഴിഞ്ഞ ദിവസം ജമാഅത്തിന്റെ ളുഹറിന്റെ ജമാഅത്തിന്റെ സമയത്ത് ഒരു കാരണവർ, എത്രയോ വയസ്സായ ഒരു കാരണവർ, അയാൾക്ക് അങ്ങനെ കഴിയണമെന്നില്ല, അരമണിക്കൂർ ലേഖ സമയം അയാളുടെ മുഴുവൻ താടിയിലൂടെയും കണ്ണീര് വന്ന് മുഖമൊക്കെ ചുമന്ന് ഏതോ ഒരു രാജ്യക്കാരൻ, അയാൾ എത്ര സമയമാണ് പ്രാർത്ഥിച്ചത്. അയാൾ ആത്മാർത്ഥമായി അള്ളാഹുവോട്, അയാളുടെ ഭാഷ നമുക്കറിയില്ല, അയാൾ എന്ത് ചോദിക്കുന്ന അറിയില്ല, പക്ഷേ ആത്മാർത്ഥമായ കരച്ചിൽ ഒരമണിക്കൂർ നേരം ജമാഅത്താകുന്ന സമയം വരെ അദ്ദേഹം എന്ത് ചെയ്തു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കൾ, ആ ചോദിക്കുക അല്ല കേൾക്കാതിരിക്കൂ. നോക്ക് നിങ്ങൾ, എന്തൊരു ആസ്വാദകരമാണ് ആ കരച്ചിൽ, എന്തൊരാസ്വാദകരമാണ് ആ പ്രാർത്ഥന. അങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ അതൊരു വിശ്വാസി ഏറ്റവും അധികം സന്തോഷം അനുഭവിക്കുന്ന ഒരു സന്ദർഭമാണെന്നുള്ളതാണ്. അതേപോലെ സുഹൃത്തുക്കളെ, മറ്റൊന്നാണ് അദ്കാറുകൾ, ദിക്റുകൾ. നമ്മൾ ചെല്ലണം. ഒന്ന് ഈ ധൃതി പിടിച്ച ഓട്ടത്തിനിടയിൽ നമ്മളെ ഒന്ന് പിടിച്ച് നമ്മൾ ഇരുത്തണം. നമ്മൾ ഭയങ്കര ധൃതിയിലാണ്, മനസ്സും ശരീരവും വെച്ചിട്ട് നമ്മൾ ദിക്റുകൾ ചെല്ലണം. വലിയ പ്രാധാന്യമുള്ള ഒന്നാണ്. ആ ഒരു ഇരുത്തത്തിന് നമുക്ക് വലിയ പ്രതിഫലം കിട്ടും. സ്വസ്ഥമായി സുബഹി കഴിഞ്ഞാലൊക്കെ ഒന്ന് ഒരല്പസമയം ഇരിക്കാൻ. ആ ഇരിക്കുമ്പോൾ രണ്ട് കാര്യം. ഒന്ന്, ഖുർആൻ ഓതാ. കേൾക്കുന്നതും പുണ്യാണ്, ഓതുന്നതും പുണ്യാണ്. ഒരു സ്റ്റേഷൻ തന്നെ പീസ് റേഡിയോക്ക് തുടങ്ങിയത് ഖുർആൻ എന്നുള്ളത് അതൊരു ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആസ്വാദനമാണ്. റബീഅ ഖൽബി എന്നാണ്, ഹൃദയത്തിന്റെ വസന്തം എന്നാണ്. ഹൃദയത്തിൽ ഒരു വസന്തം ഒരുക്കും ഖുർആൻ. ഒരായത്ത് അതിന്റെ മധുരത്തോടു കൂടെ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു പുതിയ ലോകം വരും. ദുഃഖത്തിന്റെയും കാർമേഘത്തിന്റെയും ഇതൊക്കെ പോയിട്ട് സന്തോഷത്തിന്റെ നല്ല ആഹ്ലാദത്തോട് നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വരും. അതാണ് റബീഅ ഖൽബി, ഹൃദയത്തിന്റെ വസന്തം. അതാക്കാൻ ഖുർആൻ പാരായണങ്ങൾക്ക് പറ്റും. അതാണ് ഖുർആൻ പറഞ്ഞത്, വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വൻസിതു ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾക്ക് കാരുണ്യം ലഭിക്കും. ഖുർആൻ കേട്ടാൽ കാരുണ്യം ലഭിക്കും. ഖുർആൻ മിണ്ടാതെ കേൾക്കുന്ന, നിശബ്ദമായി ഖുർആൻ കേൾക്കുന്നവർക്ക് ജീവിതത്തിൽ അതിനേക്കാളും വലിയ ആസ്വാദനം. ഈ മ്യൂസിക്കിനും പാട്ടിനൊക്കെ എന്ത് ആസ്വാദന സുഹൃത്തുക്കളെ. സമയം നഷ്ടപ്പെട്ടു പോയതിന്റെ കുറ്റബോധം, പൈശാചികമായ ചിന്തകളുടെ ഒരു മാനസികാവസ്ഥ അല്ലാതെ എന്താ. എന്നാൽ മനോഹരമായ ഖുർആൻ വചനങ്ങൾ കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷവും ആസ്വാദനവും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഖുർആൻ കേൾക്കാൻ കുറച്ച് സമയം ദിവസങ്ങളിൽ ജീവിതത്തിൽ നമ്മൾ മാറ്റിവെക്കാൻ വേണ്ടി